അവർക്ക് നല്ല സ്റ്റാമിന ആയതുകൊണ്ട് ഞങ്ങൾക്ക് സ്റ്റിക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. Let's go. I can still hear us singing. Kadebe means how? Kadebo. Che kadebe means how are you? Che Kadebo. Ladies and gentlemen, it's short time. ഇന്ന് നമ്മുടെ പാരോല ഫസ്റ്റ് ഡേ ആണ്. ഒട്ടനീസ് സ്പെഷ്യലായിട്ട് അവരുടെ ഫ്രൈഡ് റൈസും ഫ്രൈഡ് റൈസിനോട് കഴിക്കുന്ന ഇഡ്ലീസും കണ്ടതാണ്. പിന്നെ ബ്രെഡ് ടോസ്റ്റ് കാര്യങ്ങൾ ബട്ടർ ടോസ്റ്റ്. ഹലോ ലേഡീസ്, ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ടൈഗർ നെസ്റ്റിനെ കുറിച്ച് എന്തൊക്കെ അറിയാം? ട്രക്കിംഗ് പോയിന്റ്. എത്ര സമയം ട്രക്ക് ചെയ്യണം ടൈഗർ നെസ്റ്റ് എത്താൻ? ഫുൾ ഡേ വേണോ? ഹൈക്ക് ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടോ? ഇവിടെ ജിമ്മനുള്ളതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ മുന്നേ പോയ ആൾക്കാരൊക്കെ പറഞ്ഞു സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. നോക്കാം നമ്മളെങ്ങനെയുണ്ട്. അവർക്ക് നല്ല സ്റ്റാമിന ആയതുകൊണ്ട് ഞങ്ങൾക്ക് സ്റ്റിക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. ആരൊക്കെ റെഡിയാണ് ടൈഗർ നെസ്റ്റ് ഹൈക്ക് ചെയ്യാൻ? റെഡിയാണോ? ഭയങ്കര ഉഷാറിൽ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ മല കയറി മാറി എന്താവുന്നു. Hello Sanke. Hello. Kusa Sampo. Good Zampola. Yeah. So right now we are here at Taksang base. It's called Ramthangka. Okay. From here it will take like almost for 2.5 hours to reach up there. Okay. To For Taksang. hiking. For hiking. For hiking, yes. Yeah. Okay. So Taksang is one of the like main tourist spot. Main reason for like tourists visiting our country is like one of like Taksang is one of the like main spot for them. Okay. The Tiger Nest. Tiger Nest is from here. Now we will be start walking. Yeah. Okay. എട്ടാം നൂറ്റാണ്ടിൽ തിബറ്റിൽ നിന്നും ടൈഗറിൻ്റെ പുറത്ത് വന്ന ഗുരു പത്മസംഭവ എന്ന റിംപോച്ചെ ടക്സാങ്ങിൽ മെഡിറ്റേഷൻ ചെയ്തതിലൂടെ അതൊരു ഹോളി സാക്രഡ് പ്ലേസായി മാറുകയായിരുന്നു. Who do that? Yeah, my teachers back in my school days. Okay, Kerala teacher. Yeah, Kerala teachers. That's actually we generally locally we used to Oh God, say, means "Oh God, Hayu." If you mess up something. ഞാനൊരു ട്രക്കിംഗ് പേഴ്സൺ അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെ പോവാത്തൊരു വ്യക്തിയാണ്. ശരിക്കും നിങ്ങൾക്ക് വീഡിയോ കണ്ടിൽ കറക്റ്റ് തിരിയും. ഞാൻ വലിച്ചു കൊണ്ടുപോയതാ ട്രക്കിങ്ങിൽ. എന്ത് പറ്റി റാസി? ഞം ഞം ബാസെങ്ങണ്ട്? അടിപൊളി. ആമി സൂപ്പർ. എനിക്ക് നല്ല സ്റ്റാമിന ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ വന്നിട്ട് ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ അവിടെ എത്തി. പഴക്കമുള്ള മരം ഇത്. ബ്ലൂ പൈൻ. Blue pine.
ഷീസ് വെരി ടോൾ. പിന്നെ അവിടെ കുറേ കുതിര ഉണ്ടായിരുന്നു. കുതിരയാണ് എത്തിയിട്ടുള്ളത്. കുതിരയെ നമുക്കിടാം. കുതിര പുറത്ത് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പം ഞങ്ങൾ വെച്ചു ഞങ്ങളെ കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ച് ഞങ്ങൾ കുതിര ഒന്നും എടുക്കാതെ ഞങ്ങൾ കയറി ഒരു കുറച്ചെത്തുമ്പോൾ തന്നെ അയ്യാണ്ടായി. അങ്ങനെയുള്ളൊരു കയറ്റമാണ്. കുറേയൊക്കെ ഞങ്ങൾ കഷ്ടപ്പെട്ട് എത്തിക്കുത്തിപ്പോയി. പക്ഷേ പിന്നെ കുറച്ച് കഴിയുമ്പോൾ പറ്റുന്നില്ല. ഈ ചൈനയിലെ ആക്ടേഴ്സിനെ പോലെയുള്ള കുറച്ച് ആൾക്കാർ അതുപോലെ സെറ്റായിട്ട് കുതിരപ്പുറത്ത് അടിപൊളി ടീം വരുന്നത്. ഞാൻ ശ്രാവണൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇതാരാ ശ്രാവൺ പറഞ്ഞ് ചിലപ്പോൾ സിനിമ നടിമാരായിട്ട് എനിക്കെന്നൊക്കെ പറഞ്ഞു. ശ്രാവൺ ക്യാമറയും കൊണ്ട് അവരെ മുന്നേ പോയപ്പോൾ തന്നെ നല്ല പോസ്റ്റിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവർ നിന്ന് നല്ല ഫോട്ടോ ഒക്കെ എടുത്ത് അവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ കാണണം ഭയങ്കര. അപ്പോൾ നമ്മൾ നല്ല ഒരേതോ വലിയ ടീം എന്നൊക്കെ രീതിയിൽ നമ്മൾ നടന്ന് കുറച്ച് മുന്നോട്ട് എത്തിയപ്പോൾ സമയത്ത് ഒരു കഫ്റ്റീരിയ വന്നു. അപ്പോൾ കഫ്റ്റീരിയയിൽ നിന്ന് നമ്മൾ ഈ ടീമിനെ കാണുന്നു. കഫ്റ്റീരിയയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങൾ അധികം സമയം അവിടെ ചിലവാക്കില്ല. ഒന്ന് ഫ്രഷായി ആ കഫ്റ്റീരിയയിൽ നിന്ന് നമുക്ക് എന്താക്കാം ടൈഗർ നെസ്റ്റിൻ്റെ ടമ്മിൽ ദൂരെ നല്ല വ്യൂ കാണാം. ഒരുപാട് ദൂരെ മേല. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ കയറേണ്ടത്. ഈ ഓരോ ട്രക്കിംഗ് പോയിന്റിലും വ്യത്യസ്തമായ ഒരുപാട് വ്യൂ കിട്ടും. ഈ നേരത്തെ ഇമോണാശ്രീ ടൈഗർ നെസ്റ്റ് നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെ നമുക്ക് എന്താക്കാം അതിൻ്റെ വ്യത്യസ്തമായ ആംഗിളിൽ നമുക്കതിനെ കാണാൻ പറ്റും. ടൈഗർ നെസ്റ്റിലേക്കുള്ള യാത്ര ഹൈക്കിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ പിറ്റ് സ്റ്റോപ്പ് എത്തുമ്പോഴും നമ്മൾ ചിന്തിക്കും ഇതെങ്ങനെ ഇവർ ഈ സാധനങ്ങളൊക്കെ ഇതിൻ്റെ മേലേക്ക് എത്തിച്ചു എന്നതാണ്. അതായത് സീ ലെവലിൽ നിന്ന് 3200 അടി ഉയരത്തിലാണ് ഈ ടൈഗർ നെസ്റ്റ് ഇരിക്കുന്നത്. ഏകദേശം 6.5 മുതൽ 7 കിലോമീറ്റർ വരെ ദൂരമുണ്ട് ഈ ടൈഗർ നെസ്റ്റിലേക്ക്, അതായത് ബേസ് ക്യാമ്പിൽ നിന്ന്. Like my past sin and present sin, it will be washed away. എങ്ങനെ ടേസ്റ്റ്? നല്ല തണുത്ത വെള്ളം കുപ്പിയുടെ പുറത്തിങ്ങനെ കാണാം നമുക്ക്. ഫ്രിഡ്ജിലെ വെള്ളത്തിനേക്കാൾ തണുപ്പുണ്ട്. ടേസ്റ്റ് വ്യത്യാസമല്ല, സാധാരണ വെള്ളത്തിൻ്റെ ടേസ്റ്റ്. ഒരു സമയത്ത് എത്തിക്കഴിഞ്ഞ സമയത്ത് കുതിരക്ക് പ്രവേശനമില്ല. പിന്നെ ഇനി ആൾക്കാർ എന്താക്കണം, നടന്ന് കയറണം. ഈ നേരത്തെ പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ കുതിരയില്ല, ആൾക്കാരൊക്കെ നടന്ന് പോകണം. ആ സമയത്താണ് ഈ ചൈനയിലെ ഞങ്ങളെ ഫുള്ള് ടീമില്ലേ അവർക്ക് നടക്കാൻ പറ്റുന്നില്ല. അധികമൊന്നും അവർ നടന്നിട്ടില്ല. അതൊക്കെ ഒന്നും ആകെ 500 മീറ്റർ നടന്നിട്ടേ ഉണ്ടാവും, അല്ലെങ്കിൽ 1 കിലോമീറ്റർ മാക്സിമം നടന്നിട്ടുണ്ടാവും. പിന്നെ കാണുന്നത് ആ പെണ്ണുങ്ങളൊക്കെ ഗൈഡ് തോളിലിട്ടിട്ട് കയറ്റി കൊണ്ടുപോകും. വളരെ രസമുള്ള കാഴ്ചയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ആ ഗൈഡിൻ്റെ നിസ്സഹായ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു. എന്നിട്ട് അവർ വിട്ടുകൊടുത്തിട്ടില്ല. ഇപ്പോഴത്തേക്ക് ഈ ഒരു സമയത്ത് ഞാൻ അവരെ കാണുന്ന സമയത്ത് അവരുടെ ഭാവങ്ങളും കാര്യങ്ങളൊക്കെ മാറി നമ്മളോടൊക്കെ ഫ്രണ്ട്ലി ആയി. അപ്പോൾ ഓരോ കാര്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. സാങ്കേനോടൊക്കെ ചോദിച്ചു. അവിടെ ചൈന മാത്രം അറിയുന്നവർക്ക് ഹിന്ദി അറിഞ്ഞൂടാ, ഇംഗ്ലീഷ് അറിഞ്ഞൂടാ, ഭാഷ ഒന്നും അറിഞ്ഞൂടാ. അവിടെ നെറ്റും ഇല്ല, ആ ട്രാൻസ്ലേറ്ററും വർക്ക് ചെയ്യുന്നില്ല. അവർ പെട്ട അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അതായത് സെക്കൻഡ് ലാസ്റ്റ് മലയുടെ ലാസ്റ്റ് പോയിന്റ് എത്തുന്നത് നല്ലൊരു വ്യൂ പോയിന്റിലേക്കാണ്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിനിമയുടെ ഒക്കെ ഒരു ക്ലൈമാക്സിലേക്ക് വരുന്ന പോലെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ വന്ന് ചെരിഞ്ഞിങ്ങനെ വരുമ്പോൾ നമ്മൾ നേരെ കാണുന്ന ടൈഗർ നെസ്റ്റാണ്. മലയുടെ മൂലയ്ക്ക് പാറകളുടെ ഇടയിലായിട്ട് ഈ 7-8 മൊണാസ്ട്രികൾ ഇങ്ങനെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേകതരം ഫീലാണ്. അതൊരു നമ്മൾ കണ്ടറിഞ്ഞ് തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ ഫോട്ടോയിലൊക്കെ അത് ഒത്തിരി കണ്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് നമ്മളത് കാണുമ്പോൾ ഒരു ഫീല് വേറെ തന്നെ. അപ്പോഴാണ് സാങ്ക പറഞ്ഞത് നമ്മൾ ഇനിയും പോകാനുണ്ട്, ഇനി അങ്ങോട്ട് താഴ്ചയാണ്, ഇറക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ബേസ് നമ്മൾ വന്നത്.
ബാസിയും റാസിയും രംഗത്തി. ബംഗാളി ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ടയർഡാകുന്ന ആൾക്കാരില്ല, ഒരുപാട് തെറ്റുകൾ ചെയ്ത് മൗണ്ടൻ ക്ലൈംബ് ചെയ്യണം. അത് ഈ മൗണ്ടൻ കയറി അതിന് നമ്മൾ സ്വയം പ്രായച്ചിത്തം ചെയ്യുന്നതാണ്. മനസ്സിലായാ? എൻ്റെ തെറ്റുകൾ ഇനി ഓരോന്നോരോന്നായി പറഞ്ഞോ. ഇനി നിനക്ക് ഇനി വേറെ വഴിയില്ല, വേറെ വഴിയില്ല. ഏറ്റു പറഞ്ഞോ, തെറ്റുകൾ ഏറ്റു പറഞ്ഞോ. ഞാൻ കാര്യമില്ല, നീ ഏറ്റു പറഞ്ഞു. ടൈഗർ നെസ്റ്റിനകത്തേക്ക് നമ്മുടെ ഫോണും ക്യാമറയും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. സോ ലോക്കറിൽ വെക്കണം. പക്ഷേങ്കിൽ ഇവിടുത്തെ ലോക്കറിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലോക്കറിന് ലോക്കില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അത് എന്നെ വല്ലാതെ ടെൻഷനാക്കി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സേഫ്റ്റി ഇല്ല. ഞങ്ങൾ പറഞ്ഞു അതിൽ വെച്ചിട്ട് കയറി പോയി കൊണ്ടു. അപ്പോൾ ഞാനും സ്ലാമം പറഞ്ഞു ഞാനെവിടെ ഇരിക്കുന്ന, കാരണം എന്നുണ്ടെങ്കിൽ അത്രയും വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ സംഖ്യ പറഞ്ഞു ഞാൻ കയറുന്നില്ല, ഇതിലൊരു സാധനം മോഷണം പോകില്ല പറഞ്ഞു. ഞങ്ങൾക്ക് നല്ല പേടിയാണ്, കാരണം തിരിച്ചു വരുമ്പോൾ ആ സാധനം കിട്ടിയില്ലെങ്കിലോ. എൻ്റെ ക്യാമറയുണ്ട്, പിന്നെ ബാസിയുടെ ക്യാമറയുണ്ട്, പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും മൊബൈൽ ഫോണ്, പാസ്പോർട്ട്, കാര്യങ്ങൾ, ബാഗ് എല്ലാം കൂടെ ഒരുമിച്ച് ഈ ലോക്കറിനകത്ത് പൂട്ടാതെ വെച്ചിട്ട് പോകാന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള എനിക്കൊരു ആത്മഹത്യാകരമായിട്ടുള്ളൊരു കാര്യം. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ചെയ്തു. ഞാൻ മനസ്സോടെ ഞാൻ ടൈഗർ നെസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ അവിടെ 8 മൊണാസ്ട്രികളുണ്ട്. അപ്പോൾ നമുക്ക് പ്രവേശനമുള്ളത് ആകെ 7 മൊണാസ്ട്രികളിലേക്കാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ മൊണാസ്ട്രിയിലും ബുദ്ധൻ്റെ ഓരോ അവതാരങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുക. പലതരത്തിലുള്ള വിഗ്രഹങ്ങളും പിന്നെ റിച്വൽ കേക്കുകളും പിന്നെ ആൾക്കാർ ഓഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഹോളി വാട്ടർ എല്ലാം നമുക്കുണ്ട്. അപ്പോൾ കവർ ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്ക് വേറെ ഒരു മൊണാസ്ട്രിയിൽ കഴിഞ്ഞിട്ട് നിങ്ങൾ നടന്നു വരുമ്പോൾ അവിടെ വലിയൊരു കുഴിയുണ്ട്. ഒരു കേവ് പോലെ ഒരു കുഴിയാണ് ശരിക്കും. അമ്പലത്തിൻ്റെ അകത്താണ് ശരിക്കും. ഈ അമ്പലം ഇരിക്കുന്നത് കുറേ പാറക്കെട്ടുകളുടെ ഇടയിലാണല്ലോ. അപ്പോൾ കുറേ കുഴികളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് കാണാൻ വലിയൊരു കുഴിയിൽ നിറച്ച് പൈസകൾ ഇങ്ങനെ കുമ്പാരം ഇട്ടിട്ട് കുന്നുകൂടി നോട്ടുകൾ കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗുരുപത്മ സംഭവം അല്ലെങ്കിൽ അവർ റിംപോച്ചെ അവിടെ വന്ന സമയത്ത് അവിടെ ഒരു ഡീമൻ ഉണ്ടായിരുന്നു. ആ ഡീമനെ ഈ റിംപോച്ചെ ഇല്ലാതാക്കുകയും പിന്നെ ഈ ഗർത്തത്തിനകത്തേക്ക് അടക്കി എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ ഡിവൈനായിട്ടുള്ളൊരു പ്രവർത്തിക്ക് അവർ എപ്പോഴും അവിടെ ചെല്ലുന്ന ആൾക്കാരൊക്കെ അവിടെ പൈസ ഓഫർ ചെയ്യുന്നതായിട്ട് ഇങ്ങനെ ഇടുകയാണ് കാണും. അങ്ങനെ അവർക്ക് ഒത്തിരി വ്യത്യസ്തമായ ആചാരങ്ങളും വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. ഭൂട്ടാനിലെ ആൾക്കാർ ഭയങ്കര വിശ്വാസികളാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരെ ഒക്കെ കടത്തി വെട്ടും. അത്രയും വലിയ വിശ്വാസികളാണ് അവർ. അങ്ങനെ അത് കഴിഞ്ഞ് താഴത്തേക്ക് ഓടിയെത്തി. അങ്ങനെ ഈ ഫോണും ക്യാമറ കാര്യങ്ങൾ നമുക്ക് പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂട്ടാനുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവിടെ ടൂറിസ്റ്റ് ആയിട്ട് വന്ന ഇന്ത്യക്കാരെ തന്നെയായിരുന്നു നമുക്ക് പേടി. നമുക്ക് ഇന്ത്യയിൽ അങ്ങനത്തെ പല അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ പല കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു പോവുകയാണ് ശരിക്കും. എല്ലാവരും അങ്ങനെ എന്നല്ല, എന്നാലും അങ്ങനത്തെ അനുഭവങ്ങൾ നമുക്കുണ്ടല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു മതി തന്നെ പറയുന്നുണ്ടായിരുന്നു. അങ്ങെത്തുന്നവരെ കുറേ കരയാനൊക്കെ നോക്കി. പക്ഷെങ്കിൽ വിട്ടില്ല. അവർ പറഞ്ഞില്ല ലാസ്റ്റ് ഒരു റിസൾട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ള രീതിയിൽ. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടി. നമ്മളവിടെ കയറി ലാസ്റ്റ് ഇറങ്ങി ഒരു മൊണാസ്ട്രിയിലെത്തി. അവിടെ കുറേ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ശരിക്കും അവിടെ നിന്നൊരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ഞാൻ പകുതിക്കുന്നത് നിർത്തിയിട്ടുണ്ട്. എനിക്കത് കിട്ടില്ലായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ തലകറങ്ങുന്ന പോലെ അങ്ങനെ എന്നിട്ട് ഞാൻ ഡബിൾ എണീറ്റപ്പോൾ ചെറുതായിട്ടൊന്ന് കറങ്ങി. പക്ഷെ വലിയ പ്രശ്നമില്ലായിരുന്നേ. പുറത്ത് പോകാൻ എനിക്ക് വേറെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. എന്നെ എവിടെയോ ഇരുത്തിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ.